ഹായ് ഫ്രണ്ട്സ്. SCRT കേരള പാഠ്യപദ്ധതിയിൽ സമഗ്രവും കാലാനുസൃതമായ പരിഷ്കാരം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പാഠപുസ്തകങ്ങൾ ഓരോന്നായിട്ട് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. കഴിഞ്ഞ വർഷം 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിരുന്നു. ഈ വർഷം 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ പാഠപുസ്തകങ്ങളാണ്. വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ. The revised syllabus introduces a diverse selection of literary works that explores themes of resilience, justice and human dignity. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട മൂല്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നീതിബോധം, പിന്നെ അതുപോലെ മനുഷ്യത്വത്തിൻ്റെ മഹാത്മ്യം, അതുപോലെ മറ്റൊന്ന് റെസീലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും കഠിനാധ്വാനത്തിലൂടെ തരണം ചെയ്യാനുള്ള മനുഷ്യൻ്റെ ആ ഒരു എബിലിറ്റിയാണ് റെസീലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? റെസീലിയൻസ് ഈസ് ലൈക്ക് റബ്ബർ ബാൻഡ്. If you say it may stretch under pressure, but it comes back when that pressure is released. അതാണ് റെസീലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ഈ വർഷത്തെ പാഠ്യപുസ്തക പരിഷ്കരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ആൺപെൺ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും നൽകുക ബേസ്ഡ് ഓൺ മെറിറ്റ്. അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, ജെൻഡർ ന്യൂട്രൽ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് പോലീസ്മാൻ യൂസ് പോലീസ് ഓഫീസർ. അല്ലെങ്കിൽ ആണിനും പെണ്ണിനും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യൂണിസെക്സ് റെസ്റ്റ് റൂംസ് ഡിസൈൻ ചെയ്യുക. അല്ലെങ്കിൽ എൻകറേജിങ് ഈക്വൽ റോൾസ് ഫോർ ഓൾ ജെൻഡേഴ്സ് ഇൻ സൊസൈറ്റി, വർക്കിലായാലും ഫാമിലിയിലായാലും എവിടെയായാലും. പിന്നെ അതുപോലെ ചില സ്റ്റീരിയോ ടൈപ്സ്, കാലാകാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. അതായത് പുരുഷൻ പുറത്തുപോയി ജോലി ചെയ്യുക, പണം സമ്പാദിക്കുക, അവർ കാര്യങ്ങൾ ലീഡ് ചെയ്യുക, സ്ത്രീകൾ അടുക്കളയിൽ കഴിഞ്ഞുകൂടുക, അല്ലെങ്കിൽ ജോലികൾ ചെയ്ത് കഴിഞ്ഞുകൂടുക, മക്കളെ വളർത്തുക. അങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്സ് ഒഴിവാക്കി എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന ഒരു കൺസെപ്റ്റ്, അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Social inclusion is the next aspect of this curriculum update. This means welcoming and involving everyone, especially those who are often excluded, so they feel respected, valued, and they will also be able to contribute to the society. എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർ, എല്ലാവരെയും ഒരേപോലെ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് അവർക്കും സമൂഹ നിർമ്മാണത്തിൽ പങ്കാളികളാകാനുള്ള അവസരം കൊടുക്കുക എന്നാണ് സോഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയൊരു സൊസൈറ്റിയെ വാർത്തെടുക്കുക. അതായത് വാല്യൂ ഇൻക്ലൂസീവായിട്ടുള്ള, മൂല്യബോധമുള്ള, മൂല്യാധിഷ്ഠിതമായ, അതുപോലെ ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റുള്ള, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ട മാറ്റങ്ങളാണ് പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിലേക്ക് നമുക്ക് കിടക്കാം. അതിൻ്റെ പേര് ട്രയൽസ് ആൻഡ് ട്രയംസ്. ട്രയൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഫെയിലിയേഴ്സ്. ട്രയംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷമുള്ള അവൻ്റെ തിരിച്ചുവരവ്, വിജയം. അതാണ് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു തീമാണ്, ആ തീമിൽ ഉൾക്കൊള്ളുന്ന 3 ലെസൺസാണ് യൂണിറ്റ് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. The second one is a survivor testimony by Vladislav Spilman in the Attic. Third one is a dramatic speech by Julius Caesar, Friends, Romans and Countrymen by William Shakespeare. So friends, that's all about the curriculum updates and long introduction about the new textbook. Finally, we are moving on to the first lesson, A Very Old Man with Enormous Wings by Gabriel Garcia Marquez. ഈ എഴുത്തുകാരനെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? Gabriel Garcia Marquez was a
വേൾഡ് ഫേമസ് കൊളംബിയൻ റൈറ്റർ, ബെസ്റ്റ് നോൺ ഫോർ ഹിസ് മാജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റിച്ച് ഇമാജിനേഷൻ. അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു കൊളംബിയൻ എഴുത്തുകാരനാണ്. കൊളംബിയ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു ജോണറാണ് അദ്ദേഹത്തിൻ്റെ മിക്ക എഴുത്തുകളിലും കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ അതിവിശാലമായ ഭാവനയും വിസ്മയകരമായ ആഖ്യാന ശൈലിയുമാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി മാറ്റിയത്. He was born in 1927 and is considered one of the greatest writers of the 20th century. ഇപ്പോൾ ഏത് നൂറ്റാണ്ടാണ് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ നിലവിൽ 21ാം നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. 1901 മുതൽ 2000 വരെയാണ് 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചത് 2004 അദ്ദേഹത്തിന് 1982 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഹിസ് സ്റ്റോറീസ് ഓഫൻ ബ്ലെൻഡ് റിയാലിറ്റി വിത്ത് ഫാൻറ്റസി ഇൻ എ സ്റ്റൈൽ കോൾഡ് മാജിക്കൽ റിയലിസം. ഹിസ് റൈറ്റിംഗ് മേക്സ് ഓർഡിനറി ഇവൻറ്റ്സ് ഫീൽ മാജിക്കൽ ആൻഡ് മാജിക്കൽ തിങ്സ് സീംസ് അൺനോർമൽ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അബ്നോർമലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ നോർമലായിട്ടും വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ വളരെ അബ്നോർമലായിട്ടും അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. അതാണ് അദ്ദേഹത്തെ വളരെ യുണീക്കാക്കുന്ന ഒരു പ്രത്യേകത. വൺ ഓഫ് ഹിസ് മോസ്റ്റ് വെൽ നോൺ ഷോർട്ട് സ്റ്റോറീസ് ഈസ് വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, where a mysterious old man with wings appears in a small village and surprises everyone. Though this is an unusual tale, Marquez makes us think deeply about human nature, kindness, and how we treat others, those who are different from us. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറുകഥയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് അതിശയം തൂകുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മനുഷ്യ മനസ്സുകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയെപ്പറ്റിയും പിന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെപ്പറ്റിയും വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ വളരെ അബ്നോർമലായ ഒരു കഥയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ USP എന്ന് പറയുന്നത്. So this is all about the author and the story. And now let's dive into the first chapter of Unit 1, A Very Old Man with Enormous Wings.